विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ പ്രണവത്തെക്കുറിച്ച് പറയുന്ന അടുത്ത ഒരു പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ജാഗ്രത്തിനുള്ളിലാണത്രേ തുര്യാവസ്ഥയിരിപ്പതും നഞ്ചുണ്ട നരികൾ പോലിങ്ങ് ഇന്ദ്രിയങ്ങളും ചാവും ശബ്ദാദി ഗുണങ്ങൾ 5 എങ്ങോ പറന്നു പോകും തുര്യത്തിനപ്പുറം ചൊല്ലുന്നു തത്വം അതത്രേ. അപ്പോൾ ഇവിടെ പറയുന്നത് തുര്യാവസ്ഥയെക്കുറിച്ചിട്ടാണ്. അതായത് പ്രണവത്തിലെ അമാത്ര അല്ലെങ്കിൽ അരമാത്ര, അർദ്ധമാത്ര എന്ന് പറയുന്ന ആ തുര്യാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരുമൂലദേവൻ പറയുകയാണ്. നോക്കൂ, ജാഗ്രത്തിനുള്ളിലാണത്രേ തുര്യാവസ്ഥ. തുര്യാവസ്ഥ എന്ന് പറയുന്നത് അതായത് ഏറ്റവും ഉന്നതമായ തുരീയ അവസ്ഥ, 4ാമത്തെ അവസ്ഥ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിക്കും ശേഷം തുരീയാവസ്ഥ. ഈ തുരീയാവസ്ഥയിൽ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കും? ജാഗ്രത്തിലുള്ളതാണത്രേ. ജാഗ്രത്തിൽ അതായത് ഉണർന്നിരിക്കുന്നതായിരിക്കും. മനസ്സും ശരീരവും ഉണർന്ന് ഇരിക്കുന്നതായിരിക്കും. ഉണർവ്, ആ വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും യോജിക്കുക. ഉണർവായിരിക്കും തുര്യാവസ്ഥയിൽ ഉണ്ടായിരിക്കുക. മനസ്സിന് ഉണർവ് ഉണ്ടായിരിക്കും. ആ ജാഗ്രത അവസ്ഥയിലാണ് തുര്യാവസ്ഥയിൽ എത്തിച്ചേരുന്നത്. പിന്നെ ആ സമയം എന്ത് സംഭവിക്കുന്നു നോക്കൂ. നഞ്ചുണ്ട നരികൾ പോലിങ്ങ് ഇന്ദ്രിയങ്ങളും ചാവും. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാവ് തുടങ്ങിയ ആ 5 ഇന്ദ്രിയങ്ങളും നഞ്ചുണ്ട നരികൾ പോലെ ചത്തുപോകും. നഞ്ച് വിഷം. വിഷം കഴിച്ച നരികൾ എപ്രകാരമാണോ ചത്തുപോകുന്നത് അതുപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങളും ഇല്ലാതായിത്തീരും. അതായത് തുര്യാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രണവോപാസനയിലൂടെ അതിൻ്റെ 4ാമത്തെ മാത്രയായ അമാത്ര എന്ന അർത്ഥമാത്രയിൽ എത്തിച്ചേരുമ്പോൾ തുര്യാവസ്ഥ ഉണ്ടാകുകയും ആ തുര്യാവസ്ഥയിൽ നഞ്ചുണ്ട നരികൾ പോലെ ഇന്ദ്രിയങ്ങൾ ചത്തു വീഴുകയും ചെയ്യും. വിഷം കഴിച്ച നരികളെപ്പോലെ, വിഷം കഴിച്ച ജന്തുക്കളെപ്പോലെ അവ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ മരിച്ചു വീഴും. പിന്നെയോ ശബ്ദാദി ഗുണങ്ങൾ പറന്നു പോകും. ശബ്ദമാദി ഗുണങ്ങൾ, ശബ്ദാദി ഗന്ധം, രൂപം, രസം തുടങ്ങിയ ശബ്ദാദി 5 മാത്രകളും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വ്യക്തിയിൽ നിന്നും പറന്നു പോകും. അപ്പോൾ ശബ്ദാദി ഗുണങ്ങളും ആ സമയം ഇല്ലാതായിത്തീരും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയ വിഷയങ്ങളായ ആ അവസ്ഥകളുമെല്ലാം തന്നെ ഇല്ലാതായിത്തീരും. തുര്യത്തിനും അപ്പുറം ചൊല്ലിനുമെത്താത്തതത്രേ. ചൊല്ല് ശബ്ദം, നാദം. ശബ്ദത്തിനും എത്താൻ കഴിയാത്ത നിതാന്തമായ മൗനസ്ഥാനമാണ് തുര്യത്തിനും അപ്പുറം. അപ്പോൾ തുര്യവും കഴിഞ്ഞ് തുര്യാതീതമായ തലത്തിലെത്തുമ്പോൾ മഹാമൗനത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഈ പ്രണവോപാസനയിലെ അനുഭൂതികളെയെല്ലാം മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായ രീതിയിൽ വിശദമാക്കുന്നുണ്ട്. നമുക്ക് ആ മാണ്ഡൂക്യോപനിഷത്തിലെ രത്നച്ചുരുക്കം മനസ്സിലാക്കാം. ഇതാ നോക്കൂ,
അതിൻ്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറയുന്നത്. മാണ്ഡൂക്യോപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ്. കാരണം പ്രണവത്തെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു വിവരണം കൂടി ഇതിനകത്തുണ്ട്. ബ്രഹ്മം വിശ്വവിരാട് രൂപത്തിൽ സ്ഥൂലമായും തൈജസ് ഹിരണ്യഗർഭരൂപത്തിൽ സൂക്ഷ്മമായും പ്രാജ്ഞാവ്യാഹൃത രൂപത്തിൽ കാരണമായും കൂടസ്ഥ ചൈതന്യ ബ്രഹ്മരൂപത്തിൽ ഉപാധിരഹിതമായും വിളങ്ങുന്നു. അതേപോലെ ഓങ്കാരവും അകാരരൂപത്തിലും ഉകാരരൂപത്തിലും മകാരരൂപത്തിലും അമാത്രാരൂപത്തിലും പ്രകാശിക്കുന്നുണ്ട്. അതിനാൽ അകാരം വിശ്വനും വിരാട്ടും, ഉകാരം തൈജസ്സനും ഹിരണ്യഗർഭനും, മകാരം പ്രാജ്ഞനും ഈശ്വരനും, അമാത്ര കൂടസ്ഥ ചൈതന്യവും ബ്രഹ്മവുമാണെന്ന് സങ്കല്പിച്ച് അകാരം ഉകാരത്തിലും ഉകാരം മകാരത്തിലും മകാരം അമാത്രയിലും ലയിക്കുന്നതായി ഭാവന ചെയ്ത് അമാത്രാരൂപമായ ബ്രഹ്മം കൂടസ്ഥ ചൈതന്യരൂപമായ താൻ തന്നെയാണെന്ന് ചിന്തിച്ച് അമാത്രയിൽ അന്ധകരണത്തെ ലയിപ്പിക്കുമ്പോൾ സാധകനായ മുമുക്ഷുവിന് ലയസമാധി സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലയസമാധിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ലയസമാധി ഇവിടെ ലഭിക്കുന്നു, ഈ തുരീയ അവസ്ഥയിൽ ലഭിക്കുന്നു. പിന്നെ ഗൗഡപാദാചാര്യർ അതിന് വ്യാഖ്യാനം കൊടുക്കുന്ന ഭാഗം കൂടെ നമുക്ക് നോക്കാം. പ്രണവം ഈശ്വരം വിദ്യാത് സർവസ്യ ഹൃദി സംസ്ഥിതം സർവവ്യാപിനാം ഓങ്കാരം മത്വാ ധീരോ ന ശോപതി എന്നാണ് പ്രണവത്തെ ഈശ്വര രൂപത്തിൽ അറിഞ്ഞാലുള്ള ഫലത്തെപ്പറ്റി ശ്രീ ഗൗഡപാദാചാര്യർ പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: സർവ്വജീവജാലങ്ങളുടെയും സ്മരണകൾക്ക് ആസ്പദമായ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ഓങ്കാരമാണെന്നറിയണം. ആകാശം പോലെ സർവ്വവ്യാപിയായിരിക്കുന്ന ഓങ്കാരസ്വരൂപമായി ഈശ്വരനെ ചിന്തിച്ചറിയുന്ന ബുദ്ധിമാൻ സംസാര ദുഃഖം അനുഭവിക്കുന്നില്ല. ഈ വിവരണം വഴി പ്രണവധ്യാനം മോക്ഷത്തെ ഉളവാക്കുമെന്ന് ശ്രീ ഗൗഡപാദാചാര്യർ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതെല്ലാം ഓങ്കാരമാണെന്നും അത് ഭൂതഭാവി വർത്തമാന കാലങ്ങളിൽ നിലകൊള്ളുന്നുണ്ടെങ്കിലും ആ കാലങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നതാണെന്നും ഉപക്രമിച്ചിട്ട് ഇതെല്ലാം ആത്മസ്വരൂപമായ ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മത്തിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുര്യം എന്ന 4 പാദങ്ങളുണ്ടെന്നും മാണ്ഡൂക്യോപനിഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതാണ് മാണ്ഡൂക്യോപനിഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ആ ഓങ്കാര രഹസ്യം. ഈ ഓങ്കാര രഹസ്യത്തെക്കുറിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ രമണ മഹർഷി പറയുന്നത്. അതിൽ അദ്ദേഹം അരുൾമൊഴിയിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതായത് ചിത് ജ്യോതിസിൻ്റെ പ്രകൃതമെന്ത്, ആനന്ദമെന്നാൽ എന്ത്, ആനന്ദാതീത നില എന്താണ് എന്നൊക്കെ ഒരു ഭക്തൻ ഈ ഉപാസനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭഗവാൻ രമണ മഹർഷി പറയുന്ന മറുപടി കൂടി നമുക്ക് കാണാം. നോക്കൂ. കാണുന്നവന് ദൃശ്യമാകുന്ന വിധം നാമരൂപ പ്രപഞ്ചങ്ങൾ മുഴുവനെയും ഉള്ളും പുറവും പ്രകാശിപ്പിക്കുന്നത് ഏതാണോ സ്വയം പ്രകാശസ്വരൂപമായ അത് തന്നെ സച്ചിത്തായിരിക്കുന്നു. ആ ചിത് ജ്യോതിസിൻ്റെ സ്ഥിതി അതിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളെ കൊണ്ട് ഊഹിക്കപ്പെടുന്നു എന്നല്ലാതെ പ്രത്യേകമായി അത് വിഷയീഭവിക്കുന്നില്ല. തിരയടങ്ങിയ കടലെന്നും ചലനമറ്റ ആകാശമെന്നും പറയുന്നത് പോലെ സകല വൃത്തികളും അടങ്ങിയ നിശ്ചലമായ നില ഏതാണോ സാധകന് അനുഭൂതമാകുന്ന, അതായത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്മാത്രാ നില തന്നെ ഇവിടെ വിജ്ഞാനമായി തീരുന്നു. ആനന്ദം എന്നാൽ എന്താണെന്ന് നോക്കൂ. സർവ്വവ്യവഹാരങ്ങളും അറ്റതും സുഷുപ്തിയെപ്പോലെ ഉള്ളതുമായ ആ വിജ്ഞാന നിലയുള്ള
ശാന്തി സുഖമാണ് ആനന്ദം. ഇതിനെ കേവലം നിർവികൽപ്പനില എന്ന് പറയാം. ഇനി ആ ആനന്ദാതീതമായ നില എന്താണെന്ന് ഭഗവാൻ രമണ മഹർഷി വളരെ വ്യക്തമാക്കുന്നുണ്ട്. വ്യവഹാരങ്ങളറ്റ സുഷുപ്തിയെ പോലെയുള്ള നിലയിൽ നിന്നും മാറി ജാഗ്രത്തിൽ സുഷുപ്തി നില അടഞ്ഞ് മാറാത്ത ചിത്തോപശാന്തിയോടു കൂടി വിളങ്ങുന്ന നിലയാകുന്നു ആനന്ദാതീതം. കണ്ടോ, ആനന്ദാതീതം എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ തന്നെ അനുഭവിക്കാവുന്ന ഒരു ആനന്ദാതീതമായ തുര്യാവസ്ഥയാണ്. ഈ നിലയിൽ ദേഹേന്ദ്രിയ കാരണാദികളുടെ ചലനം ഉണ്ടായിരുന്നാലും നിദ്രാമഗ്ന ബാലന്യായം പോലെ അതിൽ തനിക്കല്പം പോലും ദൃഷ്ടിയില്ലാത്തതിനാൽ ഇപ്രകാരമുള്ള യോഗി സർവ്വവ്യവഹാരങ്ങളെയും ചെയ്താലും ചെയ്യാത്തവനായിരിക്കുന്നു. ഇതിനെ സഹജ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. ഇതാണ് ഭഗവാൻ രമണ മഹർഷി ഈ അവസ്ഥയെക്കുറിച്ചെല്ലാം, തുര്യാതീത അവസ്ഥയിലുണ്ടാകുന്ന പ്രത്യേകതകളെക്കുറിച്ചിട്ട് അരുൾമൊഴി എന്ന കൃതിയിൽ ചില ഭക്തന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പ്രണവത്തിലെ അർത്ഥമാത്ര എന്ന് പറയുന്നത് അഹം വൃത്തി തന്നെയാണ്. രമണ മഹർഷി പറയുന്ന അഹം വൃത്തി, അഹം സ്ഫുരണം, അഹം സ്ഫൂർത്തി, ആ അഹം തന്നെയാണ് ഇവിടെ അമാത്രയായ അർത്ഥമാത്രയായ നാലാമത്തെ തുരീയ തലം എന്ന് ഓർക്കുക. അത് ആത്മവിചാരത്തിലൂടെ ഈ അഹം എന്ന തുരീയ തലത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നാണ് രമണ മഹർഷി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്നുകൂടി തിരുമന്ത്രത്തിലെ വായിക്കാം. ജാഗ്രത്തിനുള്ളിലാണത്രേ തുര്യാവസ്ഥ ഇരിപ്പതും, നഞ്ചുണ്ട നരികൾ പോലിങ്ങ് ഇന്ദ്രിയങ്ങളും ചാവും, ശബ്ദാദി ഗുണങ്ങൾ അഞ്ചും എങ്ങോ പറന്നു പോകും, തുര്യത്തിനപ്പുറം ചൊല്ലിനും എത്താത്തതത്രേ ഈ മണ്ഡലം. അപ്പോൾ ചൊല്ലിന് പോലും എത്താത്ത മഹാമൗനാവസ്ഥയാണ് ഈ തുരീയ തലം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ തിരുമൂലദേവൻ വിശദമാക്കുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.